ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ വെയിലായിട്ടുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ അകന്ന് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന 2 സ്റ്റെപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വെയിലത്തൊക്കെ പോയിട്ട് മുഖമൊക്കെ കരിവാളിച്ചിട്ട് കയറി വരുവാണെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള 2 മെത്തേഡാണ്. ആഴ്ചയിൽ ഒരു തവണ നമുക്കിത് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യത്തേക്ക് ചെയ്യാനുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ടാൻ അകറ്റാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ടോൺ ഈവൻ ആവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഈ തക്കാളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പകുതി മതി ആദ്യത്തെ സ്റ്റെപ്പിനായിട്ട്. ആദ്യം ഒരു സ്ക്രബാണ് ചെയ്യുക. അപ്പോൾ സ്ക്രബിനായിട്ട് നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു മുറി എടുത്താൽ മതിയാകും. അതിനകത്തേക്ക് നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരിത്തിരി പഞ്ചസാര ഒരു അര സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി കോഫി പൗഡറും കൂടി ഇടുക. കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ടാൻ അകറ്റാനും ഡെഡ് സ്കിൻ അകറ്റാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര നമുക്ക് നല്ലൊരു സ്ക്രബിൻ്റെ എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഇത്തിരി കോഫി പൗഡറും കൂടി ഇട്ടിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര ഡയറക്റ്റ് നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ മുനയുണ്ട്. അതായത് അത് നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൽ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്ത ആ ഒരു ടൊമാറ്റോയുടെ ജ്യൂസുമായിട്ട് ചേരുമ്പം പതിയെ പഞ്ചസാര ഒന്ന് അലുത്ത് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ പതിയെ ഒന്ന് ഞെക്കി കൊടുക്കുക. അതിന് ശേഷം അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ അതിലങ്ങ് വരുമ്പോഴത്തേക്കും ആ ഒരു കോഫി പൗഡറും പഞ്ചസാരയും കൂടി അങ്ങ് മുക്കുക. പെട്ടെന്ന് തന്നെ അതങ്ങ് അലിഞ്ഞു വരും. അതിനുശേഷം നമുക്കിതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ മൂക്കിൻ്റെ സൈഡ് ഒക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് അവിടെയൊക്കെ കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആവി പിടിച്ചിട്ട് സ്ക്രബ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടും. പിന്നെ ഒരുപാട് അമർത്തി സ്ക്രബ് ചെയ്യരുത് കേട്ടോ. അതൊക്കെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പതിയെ ചെറിയ രീതിയിൽ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാര പതിയെ ഒന്ന് അലിഞ്ഞ് തീരുന്നത് വരെ. അതാണ് അതിൻ്റെ ഒരു ടൈമെന്ന് പറയാൻ. ഒരു 2-3 മിനിറ്റ് ഏകദേശം ഒന്ന് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ മെത്തേഡ് നമ്മൾ നെക്കിലും ചെയ്യുക. നമ്മൾ എന്ത് ഫേസ് ചെയ്താലും അത് നെക്കിലും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ല എങ്കിൽ നെക്കും ഫേസും എന്താ പറയണത് രണ്ടും 2 കളറായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വരെ ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നെക്കിലും ഒക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് മാറിയിട്ട് നല്ലൊരു സോഫ്റ്റ് ആവും. പിന്നെ എൻ്റെ ഫേസിൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഡെഡ് സ്കിൻ അടിഞ്ഞു കൂടിയിട്ട് ചെറിയൊരു പാട് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ കുറേ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ കോഫി പൗഡർ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻ്റ് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ചിലർക്ക് കോഫി പൗഡർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും ചിലർക്ക് ചിലത് അലർജി ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നന്നായിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഒരു ഫേസ് പാക്കിങ് കൂടി അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരല്പം കോഫി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി വന്ന ടൊമാറ്റോയുടെ ജ്യൂസ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്, പക്ഷെ നല്ല എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയുടെ ഗുണമെന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നിലെ ടാൻ അകറ്റാനും സ്കിന്നിലെ ഡെഡ് സ്കിൻ അകറ്റാനും അതുപോലെ ചെറിയ സ്ക്രബിൻ്റെ ഒരു ഗുണം കിട്ടും അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇതും കൂടി ആകുമ്പോഴത്തേനും ഈ ഒരു സ്ക്രബും ഈ ഒരു ഫേസ് പാക്കും കൂടി ആകുമ്പോൾ സ്കിന്നിൽ നല്ല ചേഞ്ച് വരും. അപ്പോൾ ആഴ്ചയിൽ 1-2 തവണ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒത്തിരി അങ്ങ് ഒരുപാട് ഉണങ്ങി വലിഞ്ഞ് മുറുകി ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 80% ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയണം. അല്ല എങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഒരുപാട് സ്കിന്ന് വലിഞ്ഞ് മുറുകുമ്പോൾ സ്കിന്നിൽ ചുളിവുകളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 80% ഡ്രൈ ആയി കഴിയുമ്പം നമുക്ക് ഇത് കഴുകി കളയാം. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഇല്ലാത്തവർക്ക് ജസ്റ്റ് അലോവേറയുടെ ജെല്ലില്ലേ, ഫ്രഷ് ആയിട്ടുള്ള, അത് അലർജി ഇല്ല എങ്കിൽ അത് അപ്ലൈ ചെയ്താലും മതിയാകും. അപ്പോൾ അതും കയ്യിലും നെക്കിലും ഫേസിലൊക്കെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പകുതിയെ കൂടുതൽ ചില ഭാഗങ്ങളിലൊക്കെ ഉണങ്ങാനുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതുപോലെ വെള്ളം പതിയെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിയെ ഒന്ന് മസാജ് ചെയ്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. പിന്നെ തണുത്ത വെള്ളത്തിലൊക്കെ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, സ്കിൻ ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പതിയെ ഒരു മസാജിങ് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്, നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.